ആ ചിറ്റമൃത തിന്നല്ലോ വീടൊക്കെ വൃത്തിയാക്കി ഇതാ ഞാൻ പറഞ്ഞില്ല. ഓ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ എന്നാ ഇത് ഉറപ്പിച്ചോ? തമ്പുരോ, അല്ല ഇതാര്? എവിടെയായിരുന്നു? കേറുക. നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ട, പിന്നെ ഈ ചപ്പ് ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്കാം. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം അടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങാല്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ഇതോടെ കൊണ്ടുപോക്കോ. ചെല്ല്. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരാളിരിക്കട്ടെ. പിന്നെന്താ, പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടിയാ ഇന്നു മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താണോ കുറഞ്ഞ എത്ര ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഓ ഒരു ചിരി. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ചെവിയാക്കും കോണക്കം തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ഓ ഇവിടെ ഇല്ലപ്പോ. വീട് വൃത്തിയാക്കിയ വകയില്ലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്? മറ്റതേ പോരാ. ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. അപ്പൊ പറങ്ങടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 2 സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങന്മാരെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക്. എങ്ങനെ ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റിംഗ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേറ്റ് ചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പൊ 2 ആളുടെയും ഒരു അഡ്രസ്. അതെന്താണ് 2 പേരും ഇട്ട് ചോദിച്ചു മനസ്സിലാക്കുക. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ. ഒന്ന് തടഞ്ഞാ മതി. അത്രേ ഉള്ളൂ. നിനക്കിന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്ക പൊക്ക. അമ്പാളെ, എന്തൊരു ബഹളായിരുന്നു ഇന്നലെ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ?
അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത് മാറി. നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തണ കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്നാണ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്? നടക്കുമ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇതാർന്നല്ലേ? ഒരു വലിക്കാരൻ ഇതൊരു വഴി. നിക്ക്. ഉണ്ണിക്കുട്ടാ, അളിയാ മോനെ ഉണ്ണിക്കുട്ടാ, എക്സ്പോർട്ട് അളിയാ എന്റെ ചേച്ചി വന്നടാ. അളിയോ അളിയോ താനാരാ അളിയൻ അളിയോ താനാരാ വിളിക്കണേ? അളിയനെ അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. നേരാ എന്താടാ ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ. ഈ അളിയന്റെ തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാഷിനെ പറ്റിയുള്ള ടോക്ക്, ക്യാഷ് ടോക്ക്. ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കാൻ ശരിയാവില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓടാ. ഓ അളിയൻ. ആണോ? വേണ്ട വേണ്ട, ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓമനക്കുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛാ, ആരാ ഇപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആണാ? ആരാ ഈ വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിന്റെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അലിയ, ഞാൻ റെഡി. നമുക്ക് പോവാം. ഓമനക്കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ, നമുക്ക് ഇറങ്ങാം. കറങ്ങ്. പിടിക്ക്. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? കള്ളൻ. പോടാ. ഡോണ്ടു ഡോണ്ടു. ഓമനക്കുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. പോയിക്കോട്ടെ അച്ഛാ. എന്നാ പോകട്ടെ. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, അരുത്. ആരുമില്ല ആരുമില്ല. ആരുല്ലേ? ദാ, സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. അയ്യോ, പന്നി. ആരാ ആരാ? പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? വേണ്ട. വാളിയ. നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഈശ്വര, പോടാ പട്ടി. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീയൊന്ന് ഇങ്ങോട്ട് വന്നേ. വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ദാ. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ. നാട്ടുകാരൻ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പ ഉണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി. അവർക്കെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാളെ മറക്കാൻ അരക്കപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടി. തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ. ആഹാ, ഞാൻ വിചാരിച്ചെന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കോട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകുന്നാലെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. ഭ്രാന്തന്മാര് പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി പട്ടി. ഓ, വിളിച്ചോ? ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്ന ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്. അളിയാ ഹായ്. അളിയന്റെ കണ്ണന്റെ പുളിസ പോലെ ഇരിക്കണേ. നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജെ, കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജെ, എന്തെങ്കിലും എടുത്തു നോക്കൂ. ഇതാ എന്റെ വീട്.
ഓ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ഷോ ആരാ ഇവിടെ പൈസ കൊടുക്കണ? ആ മാറി. അയ്യോ ശ്ശോ, അമ്മേ ഒന്നും പറ്റിയോ? ഇത് ഞാനല്ല. ഞാനാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ. നോക്കാം. പോവാം, നമുക്ക് പോവാം. പോവാം, 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 പോവാം. ഹേയ്. കേട്ടോ? ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഛെ, ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ജയ് ജയ് ഉച്ചക്കൻ പോടാ. അയ്യോ എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി ഇതെവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ. മാഷെ ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ആ ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേനുമാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അങ്ങനെയൊന്നും പറയരുത്. ഓ. ഏ? അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ആ ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ ഉണ്ണേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. അയ്യോ വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. വേണ്ട, അതിന് കുട്ടികളുണ്ട്, അവര് ഞാൻ പാടിക്കോളും. നന്നായിട്ട് പാടും. വേണ്ട. ഞാൻ ഉണ്ണി പാടാം. പാടിക്കോട്ടെ മാഷേ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ. ഉണ്ണി പാടിക്കോട്ടെ. അല്ല, ഉണ്ണിയുടെ അവര് ഒരു പറയണ ആഗ്രഹമല്ലേ കേട്ടോ. മാഷേ? ഞാൻ പാടാം. ഉണ്ണി പാടിക്കോട്ടെ. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. എന്താ ഈ പാടണേ? സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വറുത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ് നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ അട്ട വറുത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. മാറ് അച്ഛൻ പോണ. സാറേ സാറേ കല്യാണം സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ സാറേ 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 സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അലിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ അല്ലോ. ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു ആ ഓർമ്മ വന്നു.
എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുക. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. ഉവ്വ, മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനക്കല്ലേ, ഈ മൺകിരിയുടെ തലേന്നൊന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ.